ജമാഅത്തെ ഇസ്ലാമി സിമിക്ക് രൂപം കൊടുക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. അത് 80കളിലാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞതിന്റെ കുറച്ചുകൂടി തുറന്നു പറച്ചിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ മുമ്പ് SDPIയുടെ നേതാവ് പറഞ്ഞത് 2047 ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിഭീകരമായ ഈ ഇസ്ലാമിക് പൊളിറ്റിക് ഇസ്ലാമിന്റെ രൂപവും അതിന്റെ ഊർജവും നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് സിമിക്ക് രൂപം നൽകിയത്. ആ സിമിയുടെ പ്രവർത്തനമനുസരിച്ച് 30 വയസ്സ് വരെയാണ് അതിനകത്ത് പ്രവർത്തിക്കുക. ആ 30 വയസ്സ് വരെ സിമിയിൽ പ്രവർത്തിച്ചവര് മറ്റ് സംഘടനകളിലേക്ക്, സാമൂഹിക സംഘടനകൾക്ക്, രാഷ്ട്രീയ സംഘടനയ്ക്ക് ചേക്കേറുമെന്നാണ് അവർ തന്നെ പറയുന്നത്. അതിന്റെ നഗ്നമായ ഒരു സത്യമാണ് ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ ഉണ്ടായൊരു വാഗ്വാദം. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിയമസഭയിൽ KT ജലീലിനെ കാണിച്ചുകൊണ്ട് CPMമാരോട് പറഞ്ഞു, ഇവൻ കാലുമാറും. KT ജലീലിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, ഇവൻ കാലുമാറും, ഇവൻ ഒറ്റുകൊടുക്കുന്നവനാണ് എന്നാണ് നജീബ് കാന്തപുരം പറഞ്ഞത്. നജീബ് കാന്തപുരം പറഞ്ഞു, ഇവൻ പഴയ സിമിയുടെ നേതാവാണ്. ഇവൻ സിമിയിലെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ വന്നത്. മുസ്ലിം ലീഗിനെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് നിങ്ങളോടൊപ്പം വന്നത്. അതുകൊണ്ട് CPMകാരെ ഇവനെ വിശ്വസിക്കേണ്ട എന്ന് നജീബ് കാന്തപുരം KT ജലീലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ക്രമം തെറ്റി KT ജലീൽ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര ക്രോധത്തോടുകൂടി KT ജലീൽ പലതും വിളിച്ചു പറഞ്ഞു. KT ജലീൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സാധാരണ നേതാവായിരുന്നു സിമിയുടെ. നിങ്ങളുടെ നേതാക്കന്മാരാണ് സിമിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരായവരാണ് നിങ്ങളുടെ ആ അണിയിൽ അണിനിരക്കുന്നത് എന്ന് KT ജലീൽ വിളിച്ചു പറഞ്ഞു. പരസ്പരം പോരടിച്ചപ്പം വിളിച്ചു പറഞ്ഞതാണ്. ഞാനിത് സൂചിപ്പിച്ചത്, ഞാൻ പറഞ്ഞ സിമി എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലത്തിൽ നിന്ന് പേരെടുത്ത് വന്ന, അതിൽ നിന്ന് വളർന്നു വന്നവരാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലും മുസ്ലിം ലീഗിലും കോൺഗ്രസിലും വരെ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും എന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് KT ജലീലും നജീബ് കാന്തപുരത്തിന്റെ ആ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത്. ഇന്ന് സിമിയുടെ പ്രൊഡക്റ്റാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും. നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്ന പല ആൾക്കാരെയും. അടുത്ത ദിവസം തളിപ്പറമ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൽ കോഴിക്കോട്ടെ CPMന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. മോഹൻ മാസ്റ്റർ ഒരു സത്യമാണ് വിളിച്ചു പറഞ്ഞത്. മെക്സവൻ ശ്രദ്ധിക്കണം. ഇപ്പോ മലബാറിന്റെ ഭാഗങ്ങളിൽ ഒരു വ്യായാമ പരിശീലനവുമായി ഇറങ്ങിപ്പുറപ്പെട്ട മെക്സവൻ അതിന്റെ പിന്നിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദമുണ്ട് എന്ന് പരസ്യമായി CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തളിപ്പറമ്പിലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിച്ചു. വാർത്തയായി കേരളം മുഴുവൻ. നിങ്ങൾക്ക് CPMനെ അറിയാലോ. പണ്ടത്തെ CPMനെതിരെ ആരൊക്കെയാ ശബ്ദിക്കുക? ആ CPMന്റെ കോഴിക്കോട്ട് ജില്ലാ സെക്രട്ടറി അറിയപ്പെടുന്ന മോഹനൻ മാസ്റ്റർ പ്രസംഗിച്ച് ആ പ്രസംഗത്തിന്റെ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് മോഹനൻ മാസ്റ്റർ വെല്ലുവിളിച്ചതാരാന്നറിയോ? INLന്റെ നേതാവ്. 4 ആള് തികച്ചെടുക്കാനില്ല. INLന്റെ മുൻ മന്ത്രി ആ അഹമ്മദ് ദേവർകോവിൽ പറയാണ്, CPM നേതാവിന്റെ പ്രസ്താവന പിൻവലിക്കണം, തെറ്റാണ്. അപ്പോഴൊന്നും മോഹനൻ കുലുങ്ങിയില്ല, CPM കുലുങ്ങിയില്ല. അധികം വൈകാതെ കേരളത്തിലെ പാർട്ടിയെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് അത് തെറ്റാണ് എന്ന് പരസ്യമായി മെക്സവനെ പിന്തുണച്ചുകൊണ്ട് ആ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞതിന് തൃണവൽക്കരിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് അത് തിരുത്താൻ ആവശ്യപ്പെട്ടു. അത് തിരുത്തി. അവസാനം മോഹനൻ മാസ്റ്റർ പിറ്റേന്ന് വാലും ചുറ്റി മടങ്ങി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, പഴയ CPM ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് INLകാരൻ പേടിപ്പിച്ചാൽ പേടിക്കുന്ന അവസ്ഥയിലേക്ക് CPM എന്നാണെന്ന് പറയുന്ന ഈ ആലപ്പുഴയിലെ ആന പാർട്ടി തരംതാന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശക്തി കണ്ടിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധത്തിന് പിന്നിലെ രാഷ്ട്രീയവും സാമൂഹികമായ മാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 90കളിൽ നമ്മൾ പറഞ്ഞു, ഈ രാജ്യത്ത് തീവ്രവാദം ശക്തിപ്പെടുന്നു, കേരളം അതിന്റെ കേന്ദ്രമാകുന്നു. കാശ്മീരിനോടൊപ്പം ഇന്ന് കേരളം കാശ്മീരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആരും ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിക്കാത്തതല്ല, അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചതാണ്. 90കളിലാണ്
കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മലബാറിലെ സിനിമാ തിയേറ്ററുകൾ കത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. ഇന്നത്തെ തലമുറക്ക് അറിയില്ല. ഓരോ സിനിമാ തിയേറ്ററുകളും സിനിമ ഇസ്ലാമിന് ഹറാമാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കുറെ കൂടുതൽ പറയേണ്ടത്. എന്നാൽ സിനിമ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരാ? മട്ടാഞ്ചേരി ലോബിയാരാ? ഈ കേരളത്തിന്റെ സിനിമ അടക്കി വായുന്നവരാരാ? എല്ലാം ഇസ്ലാമാണ്. പക്ഷെ സിനിമ ഇസ്ലാമിന് ഹറാമാണ്. അതുകൊണ്ടാണ് സിനിമാ തിയേറ്ററുകൾ കത്തിച്ചത്. മലപ്പുറത്ത് 200ഓളം സിനിമാ തിയേറ്ററുകളാണ് സിനിമാ കൊട്ടകകൾ, പഴയ ഓല ടാക്കീസുകൾ സിഗരറ്റ് ബോംബ് വെച്ച് കത്തിച്ചു. ആ സമയത്ത് തന്നെയാണ് കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തിയിലെ കടലുണ്ടി പുഴയുടെ അടിസ്ഥാനത്ത് പുഴയിലെ അടിയില്, പാലത്തിന്റെ അടിയില് ഉഗ്ര ശേഷിയുള്ള പൈപ്പ് ബോംബുകൾ കണ്ടെത്തുന്നത്. കേരളം തീവ്രവാദത്തിന്റെ പറുദിശയായി മാറുന്നു എന്ന നമ്മൾ പറയുന്നതിലേക്ക് ശരിവെക്കുന്ന കാരണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ്, അതിനോടടുത്താണ് കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡില്, പുതിയ ബസ് സ്റ്റാൻഡിലും KSRTC ബസ് സ്റ്റാൻഡിലും ഒരു ബോംബ് സ്ഫോടനം പരീക്ഷണം നടത്തിയതാണ്. ആളുകൾ കൊല്ലാനില്ല, അത് ടൈമർ ബോംബ് എങ്ങനെ പൊട്ടിക്കാമെന്നുള്ളതിന്റെ പരിശീലനം നടത്തിയതാണ്. അതിന്റെ അന്വേഷണത്തിന് പോയ ആളുകൾ കണ്ടെത്തിയത് അതിനേക്കാൾ മുമ്പേ മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിൽ പരിശോധിച്ചിട്ടുണ്ടെന്നാണ്. ബോംബ് സ്ഫോടനം നടന്നു. അപ്പോഴൊക്കെ തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് ഇന്നത്തെ പല ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, ആ കാലത്ത് അജ്ഞാതരായ ആളുകൾ കൊല്ലുന്ന സംഭവങ്ങൾ. ചാമിയെ, BJP പ്രവർത്തകനായ വളാഞ്ചേരിയിലെ ചാമി ഹരിജനാണ്. മണികണ്ഠൻ ഗുരുവായൂരിലെ, അങ്ങനെ നിരവധി ആളുകളുടെ കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ആളുകളെ പിന്നീട് കണ്ടെത്തി. ചേകന്നൂർ മൗലവി, പ്രമുഖരായ ആളുകളെ അക്കാലത്ത് കൊന്നൊടുക്കി. അതിന്റെ പിന്നിൽ അന്നത്തെ മദനിയുടെ ISSഉം പിന്നീട് രൂപം പാലിച്ച സുന്നി ടൈഗർ ഫോഴ്സും PDPയും എല്ലാം അതിന്റെ പിന്നിലുണ്ട്. അന്നൊക്കെ ഈ കേരളം മാറി മാറി ഭരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഇതിനൊക്കെ ഒരു ലാഘവത്തോടെ കണ്ടതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇത്തരം ഒരു ശക്തിയായി പരിണമിച്ചു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളം തീവ്രവാദത്തിന്റെ പറുദിശയാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവർക്കും അംഗീകരിക്കേണ്ടി വന്ന സംഭവമാണ് കാശ്മീരിലെ കുപ്വാരയിൽ ഉണ്ടായത്. 2007-8 ഈ കേരളത്തിൽ നിന്നടക്കം കുറെ ആളുകൾ പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലനത്തിന് പോയി. അവർ ഇന്ത്യയിലെ അതിർത്തിയിൽ BSF ജവാന്മാരുടെ വെടിയേറ്റ് മരിച്ചു. വലിയ വാർത്തയായിരുന്നു. 8-9 പേര് മരിച്ചു. ആ മരിച്ചവരെ പരിശോധിച്ചപ്പോ അതിൽ വെടിയേറ്റ് വീണ ഒരാളുടെ പോക്കറ്റിൽ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ സഞ്ചരിച്ചതിന്റെ ബസിന്റെ ടിക്കറ്റ്, നമ്മളെ ഇവിടുത്തെ ബസ് ടിക്കറ്റ് വരില്ല, ആ കർണാടകത്തിന്റെ ബസ് ടിക്കറ്റിൽ ആ ദിവസം യാത്ര ചെയ്യുന്ന ദിവസത്തിന്റെ ഡേറ്റ് ഉണ്ട്, സമയവുമുണ്ട്. ആ അടിച്ചു കൊടുക്കുന്ന ടിക്കറ്റ് മെഷീനിൽ അത് പരിശോധിച്ച കർണാടകക്കാരായ പോലീസ് ഉദ്യോഗസ്ഥൻ പട്ടാളക്കാർക്ക് മനസ്സിലായി ഇവർ കർണാടകത്തിൽ യാത്ര ചെയ്തു. അതിന്റെ ഡേറ്റും സമയവും ഒക്കെ പരിശോധിച്ചപ്പോ അതൊരു സ്ഫോടനം നടന്ന ദിവസമാണ് ബാംഗ്ലൂരിൽ. ആ സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയതിന്റെ ടിക്കറ്റാണ്. അവിടെ നിന്ന് പോയി പിന്നീട് അവര് ഹൈദരാബാദ് വഴി കാശ്മീർ കടന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന്റെയോ വരുന്നതിന്റെ സമയത്താണ് പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിക്കുന്നത്. ആ മരണപ്പെട്ടവരിൽ 4 പേർ മലയാളികളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് ഇവിടുത്തെ ഒട്ടുമിക്ക ആളുകളും ശരിവെക്കുന്നത്. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു. കുപ്വാരയിൽ വെടിയേറ്റ് വെച്ച് 4 പേര് മലയാളികളായ ചെറുപ്പക്കാരാണ്. ആ സംഭവം വാർത്തകളായി. അതിലെ മരണപ്പെട്ട കണ്ണൂരിലെ ഒരാളെ മൃതദേഹം കാണാൻ അദ്ദേഹത്തിന്റെ ഉമ്മയെ വിളിച്ചപ്പോ അവര് പറഞ്ഞത്, എനിക്ക് ഈ തീവ്രവാദിയുടെ ശവം കാണണ്ടെന്നാണ് പറഞ്ഞത്. സ്വന്തം അമ്മ പോലും, പെറ്റമ്മ പോലും ഈ തീവ്രവാദിയുടെ രാജ്യദ്രോഹിയുടെ ശവം കാണണ്ട, മുഖം കാണണ്ട എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി അക്കാലത്ത് ഇറക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്. സോളിഡാരിറ്റിയുടെ പേരിൽ യൗവനം പോരാടാനുള്ളതാണ്. പാകിസ്ഥാനിന്റെ അതിർത്തിയിൽ ഇന്ത്യ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ച ഈ രാജ്യദ്രോഹിയുടെ മുഖം എനിക്ക് കാണണ്ടെന്ന് പെറ്റ ഉമ്മ പറയുമ്പോൾ
അത് പോരാടാനുള്ളതാണെന്ന് പ്രചോദനം നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയെ നമ്മൾ തിരിച്ചറിയാതെ പോയതാണോ? ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇത് മനസ്സിലാക്കാതെ പോയതാണോ? ഈ കേരളം തീവ്രവാദത്തിലേക്ക് നടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ആ സംഭവങ്ങളിലൂടെ. അതെന്തുകൊണ്ടാ? ഇവര് ഓരോ സമയത്തും ഒന്നിച്ചു നിൽക്കുന്നവരാ ഇതിനുവേണ്ടി. അത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. രാജ്യത്തെ തകർക്കുന്ന ഇന്ന് വളരെ ഭീഷണമായ ഈ തീവ്രവാദ ശക്തികളെ കയറൂരി വിടാൻ അവർക്ക് വെള്ളവും വളവും നൽകി സഹായിച്ചത് ഈ കേരളം മാറി മാറി ഭരിച്ച കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇവരെ ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു ഒന്നിച്ചു നിൽക്കുന്നത് എവിടെയൊക്കെ? കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിലെ പ്രതിയായി അബ്ദുൾ നാസർ മദനിയെ തമിഴ്നാട് ജയിലിൽ അടച്ചപ്പോ, തമിഴ്നാട്ടിലെ ജയിലിൽ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായി ജയിലിൽ അടച്ചപ്പോൾ തീവ്രവാദിയായ മദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കാൻ ഈ കേരളത്തിന്റെ നിയമസഭയിലെ 140 MLA-മാരും ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രമേയം പാസാക്കാൻ ഈ തീവ്രവാദ കൂട്ടായ്മക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസുകാരെയും മാർക്സിസ്റ്റുകാരെയും നമ്മൾ കണ്ടതാണ്. അത് അവിടെ വെച്ച് നിർത്തിയില്ല. ഈ ഒന്നിച്ച് പ്രമേയം പാസാക്കൽ എത്രാമത്തതാ? അത് ഒന്നാമത്തതാണെങ്കിൽ രണ്ടാമത്തത് എവിടെയാ? CAA വിഷയം വന്നപ്പോഴും ഇതുപോലെ ഈ മുസ്ലിം തീവ്രവാദമായി ചിന്തിക്കുന്ന ശക്തികൾക്ക് വേണ്ടി ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. CAA ഇവിടെ നടപ്പാക്കില്ലെന്ന്. പിണറായി വിജയന്റെ അമ്മയ്യപ്പന് ദാനം കിട്ടിയ സ്ഥലമാണ് കേരളം. ഇവിടെ നടപ്പാക്കില്ല എന്ന് വീണ്ടും നമ്മൾ എന്തു ഈ ഒന്നിച്ചു നിൽക്കാൻ? എപ്പോഴാ? നമുക്കറിയാം, വഖഫ് വിഷയം വന്നു. മുനമ്പത്തെ 600-ലധികം കുടുംബങ്ങൾ അവനവന്റെ കിടപ്പാടവും കുടിലും നഷ്ടപ്പെട്ട് കേഴുമ്പോൾ നമ്മുടെ ആരാധ്യനായ ശ്രീ മുരളീധരൻ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്.
ഏതായാലും ഞാനധികം നീട്ടുന്നില്ല. ഇവിടെ നമ്മൾ 90കളിൽ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സംഭവങ്ങളാണ് പിന്നീടൊന്നു വെച്ച് ഇങ്ങോട്ടുണ്ടായത്. ഈ ഇസ്ലാമിക തീവ്രവാദം പണം പിടർത്തിയാടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒളിഞ്ഞും തെളിഞ്ഞും അവരെ സഹായിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ പേരിലാണ് വോട്ട് ബാങ്കാണത്. 2009-ലും 2011-ലും ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടുകാരന്റെയൊക്കെ പിന്തുണ UDFന് പരസ്യമായി കിട്ടിയിട്ടുണ്ട്. 2016-ലും 2021-ലും ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പിന്തുണ LDFനും കിട്ടിയിട്ടുണ്ട്. ഇന്നും കുറെ വർഷങ്ങളായി 10-15 വർഷങ്ങളായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ LDFകാരനും UDFകാരനും SDPIയുടെ പിന്തുണയോടുകൂടി പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ പറയുന്ന പല സത്യങ്ങളും മറച്ചുവെക്കുകയാണ്. ഭരിക്കുന്ന കാലത്ത് അതാത് പാർട്ടി ഭരണത്തിൽ നിന്നുകൊണ്ട് ഇവരെ സഹായിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷാമിയുടെയും ചേകന്നൂർ മൗലവിയുടെയും അതുപോലുള്ള ആളുകളുടെയും മരണങ്ങളുടെ അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിയില്ല, എങ്ങും എത്താതെ പോയി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനൊരു 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇത് മത്സരമാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിക്കൊണ്ട് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു മത്സരം നടത്തുമ്പോൾ ആ വോട്ട് ബാങ്ക് തട്ടിയെടുക്കാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നീക്കം പഴയ EMSന്റെ അടവ് നയമായി അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. 1967 EMSന്റെ മന്ത്രിസഭയാണ് മലപ്പുറം ജില്ല ഒരു താലത്തിൽ വെച്ച് മുസ്ലിം ലീഗിന് കൈമാറിയത്. അന്ന് അതിനെതിരെ പ്രക്ഷോഭം നടത്തിയത് അന്നത്തെ ഭാരതീയ ജനസംഘമാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്ന പ്രക്ഷോഭം ആ മലപ്പുറം ജില്ല കേരളത്തിന് ഒരു തീരാശാപമായി മാറുമെന്ന് അന്നേ ജനസംഘം മുന്നറിയിപ്പ് നൽകിയതാണ്. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മെക്സവൻ അടക്കമുള്ള പുതിയ കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദാനമാണ്. എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെയാണ്. 1921 നഗ്നമായ ഹിന്ദു കൂട്ടക്കൊലയെ മാപ്പിളകളെ ന്യായീകരിച്ചതും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും മാർക്സിസ്റ്റ് ബുദ്ധിജീവികളും തന്നെയാണ്. അതിനെ കർഷക സമരവും സ്വാതന്ത്ര്യ സമരവുമാക്കി വ്യാഖ്യാനിക്കപ്പെട്ടതും ഈ മുസ്ലിം തീവ്രവാദത്തിന് വളം വെച്ചു കൊടുത്തതും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആനപ്പുഴയിലെ ആന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഈ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? അടിച്ചമർത്തപ്പെട്ടവന്റെ, അധികാരം നഷ്ടപ്പെട്ടവന്റെ, പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെ അത്താണിയായി മാറിയ മഹാരഥന്മാർ പടുത്തുയർത്തിയ ഈ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ ഇന്ന് കൊള്ളക്കാരന്റെയും മയക്കുമരുന്ന് കടത്തുകാരന്റെയും തട്ടിപ്പുകാരന്റെയും ഒക്കെ കൈകളിലേക്ക് അടിയറ വെച്ച ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കുന്നു. എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെയാ മാർക്ക് തട്ടിപ്പുകാര്? സ്വന്തം സഹപ്രവർത്തകരായ സ്ത്രീകളുടെ നഗ്നചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ അവനതിലൊരു ചെറുവിരൽ അനക്കാൻ പോലും പാർട്ടിക്ക് സാധിക്കാത്ത അത്ര രീതിയിൽ മുസ്ലിം തീവ്രവാദത്തിന് അടിയറ വെച്ചിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഈ ആലപ്പുഴയിൽ. മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ ബന്ധുവാണ്. അയാളുടെ വണ്ടിയാണ്. നടപടിയെടുക്കാൻ ഭരിക്കുന്നവർ മടിക്കുമ്പോൾ അത് എന്തിന്റെ പേരിലാണ്? ഈ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ പേരിലാണ്. ഈ തീവ്രവാദത്തെ പാലൂട്ടി വളർത്തിയത് ഈ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും മത്സരിച്ചാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ അതിലേക്കും കിടക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇതൊരു മതം മാത്രമല്ല. മതം മാത്രമാണെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രമേ കൊല്ലൂ. ലോകത്ത് കൊന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ കൂടിയാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. പാകിസ്ഥാനിലെ പെഷവാറിലെ കൊച്ചയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സ്ഫോടനം നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നമസ്കരിക്കുന്ന മോസ്കിലാണ്, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ മോസ്കിലെ വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ജുമാ നമസ്കാരത്തിന്റെ ഇടയിൽ 5 ചാവേറുകൾ സ്വയം പൊട്ടിത്തെറിച്ചു. 200 പേര് മരിച്ചു. 200 പേര് മരിച്ചു. ആ 200 പേരും മരിച്ചത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, ജുമാക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ. ആ പൊട്ടിത്തെറിച്ച ചാവേറുകളെ അയച്ച സംഘടന പത്രക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കി. ഒരു കൂട്ടര് പറയുന്നു ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കിയെന്ന്. മറ്റവരോ പാവം അള്ളാഹ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയവരാ, അള്ളാഹുവിനോട് ദയ അഭ്യർത്ഥിച്ച് ജുമാ നമസ്കരിക്കാൻ പോയവരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മതമല്ല. മതം ആത്മീയതയിലേക്കാണ്. ഇത് മതമല്ല, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ, ഇന്ന് ലോകം തിരിച്ചറിയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അധികാരം പിടിച്ചെടുക്കാനുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം അഫ്ഗാനിസ്ഥാന്റെ ഒരു മുമ്പത്തെ ചരിത്രമുണ്ട്, അതുകൂടി ഞാൻ സൂചിപ്പിക്കാം.
80കളിൽ നമ്മൾ കേരളത്തിലേക്ക് കണ്ടിട്ടുണ്ട്. റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക, റഷ്യയുടെ കീഴിലാണ് അഫ്ഗാൻ. റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക, ആ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ സിമി ആയിരുന്നു. സിമിയുടെ പേര് വെച്ചാണ് ആ മുദ്രാവാക്യം. അന്ന് സിമി വന്ന സമയം റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക. ആ റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിട്ടുപോയി. അഫ്ഗാൻ വേറെ മുദ്രാവാക്യം കണ്ടിട്ടല്ല, അവർ അഫ്ഗാനിന്റെ ഭരണം ഒഴിവാക്കി പോയി. പോകുമ്പോ ഡോക്ടർ നജീബുള്ള എന്ന് പറയുന്ന ഒരു സഖാവിനെ ഭരണം ഏൽപ്പിച്ചു. സഖാവ് ഡോക്ടർ നജീബുള്ള അഫ്ഗാന്റെ ഭരണത്തിൽ വന്നു. റഷ്യൻ ചെമ്പട പൂർണ്ണമായി പിൻവാങ്ങി നജീബുള്ള ഭരണം തുടങ്ങി. ഒരു മാസം തികയുമ്പോ അഫ്ഗാൻ ജനത കണ്ടത് ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങുന്ന വികൃതമായ ഡോക്ടർ നജീബുള്ളയുടെ മൃതശരീരമാണ്. ലിംഗം ഛേദിച്ച് വികൃതമാക്കിയ സഖാവ് ഡോക്ടർ നജീബുള്ളയുടെ മൃതദേഹമാണ്. ഞാനിത് സഖാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക തീവ്രവാദത്തെ അല്ലാതെ അങ്ങ് ആഗ്രഹിച്ചാല് ബംഗ്ലാദേശിലും അവരാദ്യം കൊന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ഡോക്ടർ നജീബുള്ളയെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി. പഠിച്ചാൽ ഡോക്ടർ അഹ്മദ്യാറും റഫ്സൻജാനിയും മുല്ല ഉമറും 20 കൊല്ലം അഫ്ഗാനിസ്ഥാനെ ഭരിച്ചു. ഈ 20 കൊല്ലം 2 ദശകം അഫ്ഗാനിസ്ഥാനിലെ 3.5 കോടി ജനസംഖ്യയിൽ 50 ലക്ഷം പേരെ കൊന്നൊടുക്കി. ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങളെ. ഈ മുല്ല ഉമറും അഹ്മദ്യാറും റഫ്സൻജാനിയുടെയും 20 കൊല്ലത്തെ ഭരണത്തിൽ 50 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, മതമല്ല. 50 ലക്ഷം പേരെ കൊന്നൊടുക്കുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം പേരുടെ അംഗവൈകല്യം വന്നു. എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? പുറത്ത് നടക്കുമ്പോൾ മുഖം കാണിച്ചതിന് വിരല് പുറത്തു വന്നതിന്, പർദ്ദക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതിന് വിരലും കാലിന്റെ വിരലും ഛേദിച്ച 50 ലക്ഷം പേര്. അത്രക്ക് ഇസ്ലാമികമായ തീവ്രവാദം നമ്മൾ കണ്ടു. അഫ്ഗാനിസ്ഥാൻ കൊന്നത് ഇസ്ലാമികളെയാണ്. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം കൊല്ലപ്പെടുന്നതും ഇസ്ലാം തന്നെയാണ്. അൾജീരിയയിലും യമനിലും സിറിയയിലുമൊക്കെ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മതം മാത്രമല്ല, ഇതൊരു അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്രവാദ ശ്രമത്തിന്റെ, അതാണ് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്ത ഈ സംഭവങ്ങൾ. ആ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതിന്റെ അപജയം കൊണ്ട് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഈ മാർക്സിസ്റ്റ് തീവ്രവാദത്തിൽ, ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തടവറയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം മാറണമെങ്കിൽ കടന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോ നമ്മൾ കണ്ടതാണ്, മലബാർ ഭാഗത്ത് വ്യാപകമായി പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, പലസ്തീന് വേണ്ടി റാലി നടത്താൻ ഇവർ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇവർക്കറിയാം പലസ്തീന് വേണ്ടിയല്ല, പലസ്തീനുമായിട്ടല്ല ഇസ്രായേൽ പ്രശ്നം. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഹമാസുമായാണ്. പലസ്തീനും ഹമാസും രണ്ടും രണ്ടാണ്. ഹമാസ് മുസ്ലിം തീവ്രവാദ സംഘടനയാണ്. ഇവർ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞ മുസ്ലിം തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ആ ഹമാസിന് വേണ്ടി റാലി നടത്തുന്നവർ, മത്സരിച്ച് റാലി നടത്തുന്ന വി ഡി സതീശനും പിണറായി വിജയനും, മലബാറിലെങ്ങാനും ഒരേ റാലിയാണ് നടന്നത്. ആ റാലി നടത്തുന്ന വി ഡി സതീശനും പിണറായി വിജയനും ഇവർ ഉൾക്കൊള്ളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് തൊട്ടയൽപക്ക രാജ്യമായ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അവിടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു, അവരുടെ ആരാധനയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, അവിടുത്തെ സ്ത്രീ സമൂഹത്തെ മാനഭംഗപ്പെടുത്തുന്നു, ആട്ടിയോടിക്കപ്പെടുന്നു അവിടുത്തെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. അത് കണ്ടിട്ട് ഒരക്ഷരം ഉരിയാടാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തയ്യാറാവുന്നില്ല. ഇതിന്റെയൊക്കെ കേന്ദ്രം കേരളമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു 90കളിൽ കേരളം കാശ്മീരാവുന്നു. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയവരാണ്. അത് ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2004 വരെ മുതൽ 14 വരെ ഇന്ത്യയിൽ നടന്ന UPA ഭരണകാലത്താണ് നമുക്കെല്ലാവർക്കും ഓർമ്മ, ഈ രാജ്യത്തെ മുഴുവൻ നഗരങ്ങളിലും വലിയ വലിയ ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. ആ ബോംബ് സ്ഫോടനങ്ങൾ നടന്നപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നെത്തിയതൊക്കെ കേരളത്തിലാണ്. അഹമ്മദാബാദിലെ, ജയ്പൂരിലെ, സൂറത്തിലെ, ഡൽഹിയിലെ സ്ഫോടനങ്ങളിലെ പ്രതികളെ ഇവിടെ നിന്നാണ് പൂച്ചയെ തൂക്കിക്കൊണ്ടുപോകുന്നത് പോലെ ഈ കേരളത്തിലാണ് കൊണ്ടുപോയത്. നേരത്തെ സൂചിപ്പിച്ച കോയമ്പത്തൂർ സ്ഫോടനത്തിലെ പ്രതികളെയും മിക്കവാറും അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. എല്ലാവർക്കും സ്വാധീനമുള്ളമായി തീവ്രവാദികളുടെ ഹബ്ബായി കേരളം അന്നേ മാറി തുടങ്ങിയിരിക്കുന്നു. ആ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്
ജയ്പൂർ സ്ഫോടനത്തിന്, അഹമ്മദാബാദ് സ്ഫോടനത്തിന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വാഗമണ്ണിലെ ക്യാമ്പ് നടന്ന വിവരം അറിയുന്നത്. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് നൂറുകണക്കിന് സ്ഫോടന കേസുകളിൽ പ്രതിയായി ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയും ജീവപര്യന്തവും കാത്തുകഴിയുന്ന ആളുകളിൽ നൂറുകണക്കിന് ആളുകൾ മലയാളികളാണെന്ന് പറയുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച തിയേറ്റർ കത്തിക്കൽ തുടങ്ങിയ ആ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനം ഇന്ന് വളർന്നു പന്തലിച്ച് അത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും വ്യാപിപ്പിച്ചത് ഈ കേരളത്തിൽ നിന്നാണ്. ഈ കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ മൂന്നാമത് ബലിദാന ദിനാചരണത്തിന്റെ കാലികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രസക്തി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഈ സദസ്സിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയമുള്ളവരെ, 3 ആണ്ടുകൾക്ക് മുമ്പ് ഇതേ ദിനത്തിലാണ് നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ രഞ്ജിത്തേട്ടന്റെ വിയോഗം. പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികൾ നമ്മുടെ തീരദേശ ഭൂമിയുടെ ആ നിറചൈതന്യത്തെ തല്ലിക്കെടുത്തിയപ്പോൾ രഞ്ജിത്തേട്ടനെ ഓർക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വതസിദ്ധമായ ശൈലി കൊണ്ട്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് സമൂഹത്തിലെ നാനാ തുറകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹാനായ വ്യക്തിത്വമാണ് രഞ്ജിത്തേട്ടൻ. ആലപ്പുഴയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യം, മികച്ച അഭിഭാഷകൻ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ അടക്കം തന്നെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് തീരഭൂമിയുടെ കാവൽക്കാരനായി, നമുക്കെല്ലാവർക്കും അഭിമാനമായി, എല്ലാവർക്കും മാതൃകയായി, ഉദാത്ത ജീവിതമായി, ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട പ്രവർത്തനങ്ങളിലൂടെ നമുക്കെന്നും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെ ഈ സമയത്ത് നമുക്ക് അനുസ്മരിക്കാം. ഇന്ന് ഈ അനുസ്മരണ സായാഹ്നത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറെ ആദരണീയനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ, സഹപ്രവർത്തനം കൂടിയായിട്ടുള്ള ശ്രീ എം വി ഗോപകുമാർജി യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം. ഇന്ന് ഈ ജനജാഗ്രതാ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും ഈ ഭീകരവാദ പോരാട്ടങ്ങൾക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും സന്ധിയില്ലാത്ത ഓർമുഖങ്ങൾ തീർത്ത നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായിട്ടുള്ള മുരളിയേട്ടൻ ശ്രീ വി മുരളീധരൻജിയെ ഈ യോഗത്തിന്റെ പേര് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ സഹപ്രവർത്തകൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻജി യോഗത്തിന്റെ പേരിൽ സ്വാഗതം അരുളുന്നു. OBC മോർച്ചയുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NB രാധാകൃഷ്ണേട്ടനെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം അരുളുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവ്, ദേശീയ കൌൺസിൽ അംഗം ശ്രീ വെള്ളിയാകുളം പരമേശ്വരേട്ടനെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം അരുളുന്നു. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാചസ്പതി അവരെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദക്ഷിണ മേഖല അധ്യക്ഷൻ ശ്രീ K സോമൻജിയെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം അരുളുന്നു. സഹപ്രവർത്തകൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുണരുദ്ധൻ, OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പൂങ്കുളം സതീഷ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് അവർ, സംസ്ഥാന സമിതി അംഗമായി നമ്മുടെ പ്രവർത്തനത്തിൽ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരൻ ശ്രീ ബിപിൻ സി ബാബു, ശ്രീ PK ഇന്ദുചൂടൻ, ശ്രീ സജു ഡക്കലിൽ, അഡ്വക്കേറ്റ് KV ഗണേഷ് കുമാർ, അഡ്വക്കേറ്റ് PK ബിനോയ്, ശ്രീ മധുസൂദനൻ, ശ്രീ G വിനോദ് കുമാർ, ശ്രീ ശ്യാംകൃഷ്ണൻ, ശ്രീ KV മോഹൻ ബാബു, ശ്രീ PK വാസുദേവൻ, ശ്രീമതി ജയശ്രീ, ശ്രീ സജു കുരുവിള, ശ്രീ CA പുരുഷോത്തമൻ, ശ്രീ KG കർത്ത, ഡോക്ടർ ഗീത അൽകുമാർ, ശ്രീമതി പൊന്നമ്മ, ശ്രീ K പ്രദീപ്, ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ, ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ അവർ,
ശ്രീ മടത്തിൽ ബിജു, ശ്രീ സജീവ് ലാൽ, പാലമറ്റം വിജയകുമാർജി, ശ്രീ എം ഇ രാമേന്ദ്രൻ, ശ്രീ മിലിക്കല രമേശ്, ശ്രീ കെ സഞ്ജു അടക്കമുള്ള പ്രിയ സഹപ്രവർത്തക സഹോദരന്മാർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉപസ്ഥിതരായിട്ടുള്ള പാർട്ടിയുടെ മണ്ഡലത്തിന്റെ അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, സെല്ലിന്റെയും മോർച്ചയുടെയും ഭാരവാഹികൾ, ഏരിയ അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, പ്രിയ സഹപ്രവർത്തക സഹോദരൻ, മാധ്യമ പ്രവർത്തകർ, ഒപ്പം എല്ലാ സഹപ്രവർത്തക സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിനായി ആദരണീയ എം ഇ ഗോപകുമാർ ക്ഷണിക്കുന്നു. ഈ ജാഗ്രതാ സദസ്സിന്റെ ബഹുമാന്യനായ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് മുരളീച്ചേട്ടൻ, വേദിയിലിരിക്കുന്ന സമാരാധരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മുരളീച്ചേട്ടൻ ഈ വേദിയിലേക്ക് വരുന്നത് രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ്. 3 വർഷം പിന്നിട്ടെങ്കിലും രഞ്ജിത്തിന്റെ കൊലപാതകവും ആ നിഷ്ഠൂരമായ നരഹത്യയും ഒന്നും ആ വീട്ടിലെ ആളുകൾ മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇളയ മകൾ, ഇന്നും ആ കുട്ടികളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ആ ദിവസം തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തകരും നേതാക്കന്മാരും ഓർക്കുന്നത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ നന്ദുവിന്റെ കൊലപാതകം നമുക്ക് മറക്കാൻ കഴിയും. തീവ്രവാദികളുടെ കത്തിക്കിരയായി അവരുടെ നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇരയാകേണ്ടി വന്ന നിരവധി പ്രവർത്തകന്മാരാണ് നമ്മളോട് വിട്ടുപിരിഞ്ഞത്. നമ്മളോടൊപ്പം ഇന്നും ഒരുപാട് വേദനകളുമായി ജീവിക്കുന്നത്. ഇതിന്റെ തീവ്രതയെപ്പറ്റി വളരെ നേരത്തെ തന്നെ സൂചിപ്പിച്ച പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അടക്കമുള്ള, ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകൾ. വളരെ നേരത്തെ തന്നെ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തെ കേരളത്തിൽ വളർത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി വളരെ കൃത്യമായി ജനസമൂഹത്തിന്റെ മുന്നിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ള സംഘടനകളാണ് നമ്മുടെ. പക്ഷേ കേരളം മാറി മാറി ഭരിച്ച 2 മുന്നണികളും ഈ തീവ്രവാദ ശക്തികളെ അതിനെ താലോലിക്കുന്ന കാഴ്ച, പാലുകുട്ടി വളർത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിന് വില കൊടുക്കേണ്ടി വന്നത് നമ്മളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ ആ സമീപനവുമായി മുന്നോട്ട് പോയാൽ ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഈ നാടിന്റെ മുഴുവൻ സ്വത്തുക്കളുമാണ്, ഈ നാട്ടിലെ മുഴുവൻ ജനതയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് CPF-നോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണി പോരാളിയായി പോരാടിക്കൊണ്ടിരുന്ന ബഹുമാന്യനായിട്ടുള്ള ബിപിൻ സി ബാബു ഈ വേദിയിലുണ്ട്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിചേർന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ച വിഷയം ഇത് തന്നെയാണ്. ആലപ്പുഴയിലെ തീവ്രവാദ ശക്തികൾക്ക് പാലൂട്ടുന്ന CPM-ന്റെ നയങ്ങളെ പറ്റിയാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ആരാധ്യനായ നമ്മുടെ നേതാവ്, മുൻ MLA, അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഇവിടെ ഉണ്ട്. PC ജോർജും ഷോൺ ജോർജും വളരെ വ്യക്തമായി ഈ സമൂഹത്തോട് ഈ തീവ്രവാദത്തെ പറ്റി പറഞ്ഞതിന്റെ പേരിലാണ് ഈ 2 മുന്നണികളും അവർക്കെതിരെ വാളെടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല ഇത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല. കേരളത്തെയും ഭാരതത്തെയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഈ തീവ്രവാദികൾ ശക്തികളുടെ മുന്നിൽ അവർക്കെതിരെ സത്യം പറയുന്നവരാണ് അവരുടെ ശത്രുക്കൾ. അവരാരായാലും അവർക്കെതിരെ വാളെടുക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഈ അവസരത്തിൽ ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രഞ്ജിത്തിന്റെ കുടുംബത്തോടുണ്ട്, ഒപ്പമുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് അവർ ഈ സമൂഹത്തിൽ നിന്ന് ജീവിക്കുന്നത്. ഈ സമൂഹത്തെ അവർ നോക്കിക്കാണുന്നത് ഈ വലിയ സംഘടന, ഇവിടുത്തെ ജനങ്ങൾ ആ കുടുംബത്തോടുണ്ട്, ഒപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരിന്ന് കണ്ണീരടക്കി ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് പത്തിതാർത്ത്
അവർ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ രൂപത്തിലും ഭാവത്തിലും അവർ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. ആരാധനായ നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും മാത്രമേ കഴിയൂ എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അതിനെ പോരാടുവാനുള്ള ഇച്ഛാശക്തി ഉള്ളത് നമുക്ക് മാത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ നടക്കുന്ന മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിലും കരുതിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തീവ്രവാദികളെ പറ്റി ബോധവാന്മാരായി ഈ കാര്യം ഈ സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഈ ആലപ്പുഴയിലാണ് അവലും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന് നമ്മുടെ മുന്നിലൂടെ മുദ്രാവാക്യം വിളിച്ചു പോയത് വെറുതെയല്ല. അവലും മലരും ഹിന്ദുക്കൾക്കാണെങ്കിൽ കുന്തിരിക്കം ക്രിസ്ത്യാനിക്കാണ് എന്ന ബോധ്യം ആ ക്രിസ്ത്യൻ സമൂഹത്തിനും ഇന്ന് അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നത്. നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടാൻ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം ഇനി തയ്യാറല്ല എന്നുള്ള പ്രസ്താവന വരാൻ പോകുന്ന നാളുകളിൽ കുറച്ച് കേൾക്കാൻ കായ്ക്കും, യാതൊരു സംശയം വേണ്ട. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ജനജാഗ്രതാ സദസ്സും. അതുകൊണ്ട് ഈ സദസ്സിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി ഭാരതത്തിൽ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ വികസനത്തിന് ഭാരതത്തിന്റെ വികസനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്നും തന്റെ കടമ ഒരു അണുകിട വ്യത്യാസമില്ലാതെ നിർവഹിച്ചുകൊണ്ട് ഓരോ പരാതിയും സൂക്ഷിച്ചു കേട്ടുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവാണ് വി മുരളിച്ചേട്ടൻ. അദ്ദേഹമാണ് ഈ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.